ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെട്ടെ. നമുക്കൊരു വേദഭാഗം വായിക്കാം. എസ്രയുടെ പുസ്തകം 3-ാം അധ്യായം 12-ാമത്തെ വാക്യം. എന്നാൽ പുരോഹിതന്മാരിലും ലേവ്യരിലും പിതൃഭവന തലവന്മാരിലും മുൻപിലത്തെ ആലയം കണ്ടിട്ടുള്ള വയോധികന്മാരായ അനേകർ ഈ ആലയത്തിന്റെ അടിസ്ഥാനപ്പെട്ട് കണ്ടപ്പോൾ ഉറക്കെ കരഞ്ഞുപോയി. മറ്റു പലരും സന്തോഷത്തോടെ ഉച്ചത്തിൽ ആർത്തു. ദൈവം തന്റെ ജനമായി തിരഞ്ഞെടുത്ത ഒരു സമൂഹമാണ് ഇസ്രായേൽ ജനം, യഹൂദന്മാർ. എന്നാൽ യഹൂദന്മാരുടെ, ഇസ്രായേൽ ജനങ്ങളുടെ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ പല സമയങ്ങളിൽ അവർ ദൈവത്തിൻ്റെ വഴി വിട്ട് തങ്ങളുടെ ഇഷ്ടത്തിലേക്ക് പോയതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ദൈവത്തിൻ്റെ വഴി വിട്ട് അവർ പോകുമ്പോഴൊക്കെ ദൈവം അവരെ ശത്രു രാജ്യങ്ങളെ അയച്ച് അവരെ യുദ്ധത്തിൽ പരാജയപ്പെടുത്തുന്നു, അവർക്ക് പ്രശ്നമുണ്ടാകുന്നു. അങ്ങനെ ഒരു മടങ്ങി വരവ് ദൈവം അതിലൂടെ പ്രതീക്ഷിക്കും. ഇവിടെ നാം വായിച്ച ആ വാക്യം, ഇസ്രായേൽ മക്കൾ ഒരിക്കൽ ബാബിലോണിൽ അടിമകളായിട്ട് പോയി. അവിടെ നിന്ന് എസ്രയുടെ നേതൃത്വത്തിൽ, എസ്ര പുരോഹിതന്റെ നേതൃത്വത്തിൽ ഇവരെ മടങ്ങി അവരുടെ സ്വന്തം ദേശമായ ഇസ്രായേലിലേക്ക് വന്നു. ഇസ്രായേലിന്റെ ജീവിതത്തിലെ, ഇസ്രായേലിന്റെ ആരാധനയിലെ, ഇസ്രായേലിന്റെ മതത്തിന്റെ നടുവിലെ ഒരു കാര്യമാണ് അവരുടെ ദേവാലയം. അപ്പോൾ അവരുടെ ദേവാലയം, ഒരിക്കൽ അവർക്കുണ്ടായിരുന്ന ദേവാലയം, ശലോമോൻ പണിത ദേവാലയം, മനോഹരവും വലുതുമായ ദേവാലയം തകർക്കപ്പെട്ടു. അവരെ ബാബിലോണിൽ നിന്ന് മടങ്ങി വന്നതിന് ശേഷം വീണ്ടും പണിയുന്ന ആ രംഗമാണ് നമ്മൾ എസ്രയുടെ പുസ്തകം 3-ാം അധ്യായത്തിൽ വായിക്കുന്നത്. അതിന് മുൻപ് ഒരു ദേവാലയം ഉണ്ടായിരുന്നു, അതെല്ലാം തകർക്കപ്പെട്ടു. ഇപ്പോൾ പുതിയ ഒരു ദേവാലയത്തിന് അടിസ്ഥാനമിടുക. ഈ ദേവാലയത്തിന് അടിസ്ഥാനമിടുമ്പോൾ 2 കാര്യങ്ങൾ അവിടെ സംഭവിക്കുന്നു. ഒന്ന്, വലിയ സന്തോഷവും ആർപ്പും ഉണ്ടാകുന്നു ഒരു വിഭാഗം. വേറൊരു വിഭാഗം ഉറക്കെ കരയും. 1, വലിയ സന്തോഷം. 2, ഉറക്കെ കരയും. ഈ കരച്ചിലിൻ്റെയും സന്തോഷത്തിൻ്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത്, അല്ലെ കാരണം എന്ന് പറയുന്നത് വിഷനാണ്, കാഴ്ചപ്പാടാണ്. എന്തുകൊണ്ടാണ് പ്രായമുള്ളവർ കരഞ്ഞത്? പ്രായമുള്ളവർ എന്ന് പറയുമ്പോൾ പഴയ ദേവാലയം കണ്ടിട്ടുള്ളവരും പഴയ ദേവാലയം കാണാത്തവരും. ഈ പുതിയ ദേവാലയത്തിന് അടിസ്ഥാനമിട്ടപ്പോൾ പഴയ ദേവാലയം കണ്ടിട്ടുള്ള പ്രായമുള്ളവർ കരയുന്നു. എന്നാൽ പഴയ ദേവാലയം കണ്ടിട്ടില്ലാത്ത പുതിയ തലമുറയിൽ ഈ ചെറുപ്പക്കാര് അവർ സന്തോഷിക്കും. കാഴ്ചപ്പാട്, ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ദൈവത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടാണ്, അല്ലെങ്കിൽ ദൈവത്തെ അറിയുന്നതാണ്. ദൈവത്തെ എത്ര അറിയാം, അല്ലെ എത്ര അറിയണം, നമുക്ക് തീരുമാനിക്കാം എത്ര അറിയണം. എനിക്ക് ഇത്രയും ദൈവത്തെ അറിഞ്ഞാൽ മതിയെങ്കിൽ അത്രയും ദൈവത്തെ അറിയാനേ കഴിയൂ. നമുക്കറിയാം, മോശ ദൈവത്തെ അറിഞ്ഞ മനുഷ്യനാണ്, ദൈവത്തോട് മുഖാമുഖം സംസാരിച്ച മനുഷ്യരാണ്. പക്ഷെ മോശയുടെ ആഗ്രഹം എന്തായിരുന്നു? ഇത്രയൊക്കെ അറിഞ്ഞിട്ട്, ഇത്രയൊക്കെ കണ്ടിട്ടും മോശ പറയുന്നത്, ഞാൻ കണ്ടിടത്തോളം പോരാ, എനിക്ക് ഇത്രയും പോരാ. ഒരടങ്ങാത്ത ദാഹം. ഈ മോശയുടെ ആഗ്രഹം എന്നതിനേക്കാളൊക്കെ നല്ല വാക്ക് കൊതി എന്ന വാക്കാണ്. കൊതി പലപ്പോഴും നമ്മൾ നെഗറ്റീവായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് അല്പം ബുദ്ധിമുട്ടുണ്ടാക്കും. പക്ഷേ മോശയ്ക്ക് അത്ര കൊതിയാണ് ദൈവത്തെ കാണാൻ. അങ്ങനെ മോശ തൻ്റെ ആഗ്രഹം ദൈവത്തോട് പറഞ്ഞപ്പോൾ ദൈവത്തിന് മനസ്സിലായി ഇവൻ്റെ ആഗ്രഹം അത്ര ആഴമുള്ളതാണ്. അതുകൊണ്ട് ദൈവത്തിന് തൻ്റെ സ്വാഭാവികമായിട്ടുള്ള, അല്ലെങ്കിൽ സാധാരണമായിട്ടുള്ള ഒരു നിയമത്തെ ലംഘിക്കേണ്ടി വന്നു. എന്താ നിയമം? മനുഷ്യന് ദൈവത്തെ കാണാൻ പറ്റത്തില്ല, മുഖാമുഖം കാണാൻ പറ്റത്തില്ല. അതിനു വേണ്ടി ദൈവത്തിനൊരു പദ്ധതി ഉണ്ടാക്കേണ്ടി വന്നു. എന്തിനു വേണ്ടിയാണ്? തന്നെ കാണാൻ ആഗ്രഹിക്കുന്ന മോശയെ
തന്നെ കാണിക്കാനായി ദൈവത്തിന് ഒരു പ്രത്യേകമായ ഒരു പദ്ധതി ഉണ്ടാക്കേണ്ടി വന്നു. നമ്മളെ വേദപുസ്തകത്തിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ദൈവം വെളിപ്പെട്ട സംഭവങ്ങൾ വായിക്കുന്നുണ്ട്. അതൊന്നും തന്നെ അവരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ചുള്ള വെളിപ്പാടല്ല. ദൈവം തിരഞ്ഞെടുത്ത് വെളിപ്പെടുത്തി കൊടുത്താണ്. പത്മോസ് ദ്വീപിൽ യോഹന്നാന് ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. അതുപോലെ പഴയ നിയമത്തിലൊക്കെ പല വെളിപ്പാടുകളും ഉണ്ടായിരുന്നു. അതൊക്കെ ദൈവം തിരഞ്ഞെടുത്ത വഴിയിലൂടെ ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. പക്ഷെ ഇവിടെ അങ്ങനെ അല്ല. മോശ പറഞ്ഞു, എനിക്കിതിനെ കാണണമെന്ന് പറഞ്ഞപ്പോൾ ദൈവം സാധാരണമല്ലാത്തൊരു വഴി തുറന്നു. ദൈവം പറഞ്ഞു, മുഖാമുഖം കണ്ടാൽ നീ ജീവിക്കില്ല. പക്ഷെ എനിക്കറിയാം, എനിക്കങ്ങനെ വെളിപ്പെടുത്തി തരാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ നീ സമ്മതിക്കില്ല. അതുകൊണ്ട് ഞാനൊരു വഴി പറഞ്ഞു തരാം. ഞാൻ നിന്നെ ഒരു പാറയുടെ പിളർപ്പിലാക്കാം. എന്നിട്ട് ഞാൻ കടന്നു പോകുമ്പോൾ എൻ്റെ പുറകുവശം കാണിക്കും. ഈ തലമുറയിൽ വന്നെത്തിയിരിക്കുന്ന നമ്മുടെ ഏറ്റവും വലിയൊരു പ്രശ്നം, എൻ്റെയും നിങ്ങളുടെയും പ്രശ്നം, നമുക്കെപ്പോഴോ ആ കൊതി നഷ്ടപ്പെട്ടു. ദൈവത്തിന് വേണ്ടിയുള്ള കൊതി, ദൈവത്തിന് വേണ്ടിയുള്ള ആഗ്രഹം. ഞാൻ ഒരു വ്യക്തികളായിട്ട് പറയല്ല, പൊതുവായിട്ട് പറയും. കാലം മുന്നോട്ട് പോകുന്തോറും ആ കൊതി പൊതുവെ ക്രിസ്തീയ സമൂഹത്തിൽ നഷ്ടപ്പെട്ട് അവസാനം യേശു പറഞ്ഞതുപോലെ മനുഷ്യപുത്രൻ വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ? സർവജ്ഞാനിയായ കർത്താവ് 2000 വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞ വാക്ക് ഒരു സംശയമോ ഒരു തോന്നലോ ഒന്നുമല്ല. 2000 വർഷങ്ങൾക്ക് ശേഷം സംഭവിക്കാൻ പോകുന്ന കാര്യം ഇന്നെന്ന പോലെ കർത്താവിനറിയാം. കർത്താവ് സർവജ്ഞാനിയാണ്. ആ കർത്താവ് ചോദിക്കുക, ഈ സഭായോഗത്തിൽ വരുന്ന കാര്യവും പ്രാർത്ഥിക്കുന്ന കാര്യവും ബൈബിൾ വായിക്കുന്ന കാര്യവും അതൊന്നും പെടുത്തിക്കൊണ്ടല്ല ഞാൻ ചോദിക്കുന്നത്. ദൈവത്തിന് വേണ്ടിയുള്ള ആഗ്രഹം കളയാൻ എത്ര വലിയ സംഭവം വേണം നമുക്ക്? ഈ കാലഘട്ടത്തിൽ നമുക്കറിയാം എത്ര നിസ്സാരമായിട്ടാണ് ഒരു ഞായറാഴ്ച സഭായം മുടക്കിയാൽ എല്ലാം തകർന്നു പോകുന്ന വിശ്വസിക്കുന്ന ആളല്ല. ഒരു ഇൻ്റർവ്യൂ ഞായറാഴ്ചയാണെങ്കിൽ അതിന് പോകുന്നൊരു തെറ്റുമില്ലെന്ന് ഇരിക്കുകയാണ്. പക്ഷെ എത്ര നിസ്സാരമായിട്ടാണ് ഒരു ട്യൂഷന് വേണ്ടി സഭായം ആഴ്ചയിൽ ഒറ്റ ദിവസമേ ഉള്ളൂ. ട്യൂഷനോ തിങ്കളാഴ്ച ഉണ്ട്, ചൊവ്വാഴ്ച ഉണ്ട്, ബുധനാഴ്ച ഉണ്ട്, വ്യാഴാഴ്ച ഉണ്ട്, വെള്ളിയാഴ്ച ഉണ്ട്, ശനിയാഴ്ച ഉണ്ട്. അത് വേണേ കളയാം. പക്ഷെ നമ്മൾ കളയത്തില്ല. എൻ്റെ ജീവിതത്തിൻ്റെ നടുവിൽ എന്താകേണ്ടത്? നടുവിൽ ദൈവം നമ്മെ സൃഷ്ടിച്ചു. ദൈവം നമുക്ക് ശ്വാസം തന്നു. ദൈവം നമുക്ക് ലക്ഷ്യം തന്നു. ദൈവം എന്നെ കൊണ്ടുവന്ന് ഇവിടെ ആക്കി. എനിക്ക് പുനല്ലൂര് ഒരു തോട്ടമുണ്ടെന്ന് എനിക്ക്, ഒരു തോട്ടം പുനല്ലൂര്. അപ്പം ഞാൻ ഈ തിരുവനന്തപുരത്ത് നിന്ന് പറമ്പിൽ ജോലി ചെയ്യുന്ന ഒരു സഹോദരനെ വിളിച്ചിട്ട് അവിടെ കൊണ്ടാക്കി. അദ്ദേഹത്തെ ഞാൻ അവിടെ ആക്കിയത് അദ്ദേഹത്തിന് ശമ്പളം കൊടുക്കും, എൻ്റെ ഉദ്ദേശത്തിന് വേണ്ടിയാണ്. അദ്ദേഹം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാതെ മറ്റ് പല പരിപാടിക്ക് പോയാൽ എൻ്റെ സ്ഥാനത്ത് നിങ്ങൾ എങ്ങനെയായിരിക്കും നിങ്ങൾ കാണുന്നത്? ദൈവം എന്നെ കൊണ്ടുവന്ന് ഈ ഭൂമിയിലാക്കി, ദൈവമാക്കി. ദൈവം ശ്വാസം തന്നപ്പോൾ ജീവൻ വന്നു, ദൈവം ശ്വാസം എടുക്കുമ്പോൾ ജീവൻ പോകും. തീർന്നു. അത്രേ ഉള്ളൂ ജീവിതം. പക്ഷേ ഇപ്പൊ ആരാ നമ്മുടെ ജീവിതത്തിന്റെ നടുവിൽ? ദൈവത്തിന് വേണ്ടി എത്രമാത്രം നമ്മൾ ദാഹിക്കുന്നു നിങ്ങൾ ചിന്തിക്കുക. പുറമെ കാണിക്കുന്ന പ്രകടനങ്ങളൊന്നുമല്ല. ഈ സഭായത്തിൽ വരാനുള്ള വലിയ ആഗ്രഹം, അല്ലെങ്കിൽ പാട്ട് പാടാനുള്ള ആഗ്രഹം, അല്ലെങ്കിൽ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന ആഗ്രഹങ്ങൾ, അല്ലെങ്കിൽ ബൈബിൾ വായിക്കുന്ന ആഗ്രഹങ്ങൾ, എന്നെ പോലെ പ്രസംഗിക്കുന്ന കാര്യങ്ങൾ, ഇതൊന്നുമല്ല. ഇതൊക്കെ മാറ്റി നിർത്തി. കാര്യം ഇതൊക്കെ കർത്താവിനോട് ആഗ്രഹമില്ലാതെ സംഭവിക്കും. ഞാൻ ചോദിക്കുന്നത്, നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ കർത്താവിന് വേണ്ടിയുള്ള കൊതി എത്ര? ആരുമില്ലാതിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഒരു നിലവിളി കർത്താവിന് വേണ്ടി ഉണ്ടാകുന്നുണ്ടോ? കർത്താവേ, എനിക്കങ്ങനെ കാണണം. എൻ്റെ മക്കളുടെ തലമുറയെക്കുറിച്ച് ഞാൻ ചിന്തിക്കാറുണ്ട്. മക്കളെക്കുറിച്ചല്ല, അവർക്ക് വരാൻ പോകുന്ന തലമുറ ഉണ്ടല്ലോ, ഞാൻ ചിന്തിക്കും. നമ്മൾ ഈ തലമുറ അനുഭവിച്ച് അത്ര ബുദ്ധിമുട്ട് അവർക്ക് ഉണ്ടാകത്തില്ല. എന്താ കാര്യം?
മാരേജ് ബ്രോക്കർ എന്നൊക്കെ പറഞ്ഞ ഈ തലമുറ കൂടിയേ ഉള്ളൂ. അമേരിക്കയിൽ അങ്ങനത്തെ ഒരു പരിപാടിയില്ല. മാരേജ് ബ്രോക്കറും ഇല്ല, ഓൺലൈൻ മാരേജ് ബ്യൂറോയും ഇല്ല. അത് അവരുടെ സിസ്റ്റമായി. അതുപോലെ ഈ തലമുറയുടെ സ്ട്രഗിൾ എന്ന് വെച്ചാൽ ഇത് കണ്ടിട്ടില്ലാത്ത ഒരു തലമുറയും പുതിയൊരു സിസ്റ്റത്തിലേക്ക് വരുന്ന ഒരു തലമുറയും തമ്മിലുള്ള വലിയ സംഘടന. ഇപ്പൊ നോക്ക് നടക്കുന്ന ഓരോ സിസ്റ്റങ്ങൾ ദൈവവചനത്തിന് അനുകൂലമായിട്ടാണോ? പുരുഷനും പുരുഷനും തമ്മിലുള്ള വിവാഹം, പുരുഷനും പുരുഷനും തമ്മിലുള്ള ബന്ധം, സ്ത്രീയും സ്ത്രീയും തമ്മിലുള്ള ബന്ധം, അതെല്ലാം നിയമമാണ്. ഞാൻ അതിനെതിരെ പ്രസംഗിച്ചാൽ ഇന്ത്യൻ നീതിന്യായത്തിന് ഒരു കുറ്റവാളിയാണ്. സിസ്റ്റം മാറുന്നു, നിയമങ്ങൾ മാറുന്നു. ഒരു വ്യക്തിയുടെ ജോലിയോടുള്ള കോൺസെൻട്രേഷൻ, ജോലിയോടുള്ള ത്യാഗം, ജോലിയോടുള്ള കാര്യം. ദൈവത്തിൻ്റെ കാര്യത്തിലും ഞായറാഴ്ച ട്യൂഷന് പോകാമോ, തിങ്കളാഴ്ച ഇതൊന്നും പറയാൻ ആ കാലം കഴിഞ്ഞു. അതൊന്നും ഞാൻ പറയാനില്ല. പക്ഷെ ചോദ്യം, എത്രമാത്രം കൊതിക്കുന്നു കർത്താവിനെ കാണാൻ. എന്തുകൊണ്ടാണ് ഇവിടെ നിലവിളിയും, എന്തുകൊണ്ടാണ് ചിരിയും? ഒരു കൂട്ടമായി ചിരിയാണ്. അവർ പറയുന്നത് ഞങ്ങളുടെ ആത്മീയ ജീവിതം വളരെ പെർഫെക്റ്റ് ആണ്, ഞങ്ങൾ മറ്റുള്ളവരെക്കാൾ ബെറ്ററാണ്, ഞങ്ങളുടെ ദേവാലയം കണ്ടു എന്തൊരു മനോഹരമാണ്. എന്താ കാര്യം? പണ്ടൊരു ദേവാലയം ഉണ്ടായിരുന്നു, ആ ദേവാലയം ഇവർ കണ്ടിട്ടില്ല. വാട്ട് ഈസ് ദ സ്റ്റാൻഡേർഡ് ഓഫ് ഗോഡ്? ദൈവത്തിന്റെ സ്റ്റാൻഡേർഡ് എന്താ? വിശുദ്ധിയെ കുറിച്ചുള്ള സ്റ്റാൻഡേർഡ്. ദൈവത്തെ കാണാൻ എത്ര ആഗ്രഹമുണ്ടോ അത്രയുമേ ദൈവത്തെ കാണാൻ പറ്റൂ. ദൈവത്തെ കണ്ടാൽ മാത്രമേ അടങ്ങാത്തൊരു നിലവിളി ഉള്ളിലുണ്ടാകൂ. എന്താ കാര്യം? അത് കണ്ടാൽ മാത്രമേ മനസ്സിലാകൂ നമ്മുടെ ജീവിതത്തിന്റെ നിലവാരം എത്ര താണതാണ്. ഞാൻ പറയുന്നത് ദൈവത്തിന്റെ വിശുദ്ധിയുടെ സ്റ്റാൻഡേർഡ് അത്ര ഉയർന്നതാണ്. ദൈവത്തെ കണ്ടെങ്കിൽ മാത്രമേ അത് മനസ്സിലാകൂ. ദൈവത്തെ കാണാത്തത് കൊണ്ട് നാം തൃപ്തരാണ്. ആത്മീയ ജീവിതം എങ്ങനെയുണ്ട് എന്നൊരു ചോദ്യം ചോദിച്ചാൽ സാധാരണ പറഞ്ഞ ഉത്തരം എന്തായിരിക്കും? എല്ലാ ഞായറാഴ്ചയും ഞാൻ ചർച്ച ചെയ്യും, എല്ലാ ബൈബിൾ സ്റ്റഡിയും ഞാൻ പങ്കെടുക്കും, രാവിലെ പ്രാർത്ഥിക്കാറുണ്ട്, വൈകിട്ട് പ്രാർത്ഥിക്കാറുണ്ട്. 1 കൊരിന്ത്യർ 13-ാമത്തെ വാക്യം. 1 കൊരിന്ത്യർ 13-12. അപ്പോൾ നാം കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു, അപ്പോൾ മുഖാമുഖമായി കാണും. ഇപ്പോൾ ഞാൻ അംശമായി അറിയുന്നു, അപ്പോഴും ഞാൻ അറിയപ്പെട്ടതുപോലെ തന്നെ അറിയും. ഇപ്പോൾ നാം കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു, അന്ന് മുഖാമുഖമായി കാണും. ആരെ? കർത്താവിനെ. ഇവിടെ ഇരിക്കുന്ന ആരും തന്നെ കർത്താവിനെ മുഖാമുഖം കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഒരു ദിവസം വരുന്നു, കർത്താവിനെ മുഖാമുഖം കാണും. എന്തുകൊണ്ടാ കർത്താവിന്റെ വരവിനെ കുറിച്ചുള്ള ചിന്തകളോ ധ്യാനങ്ങളോ സംസാരങ്ങളോ ഇല്ലാതെ പോയി? കാണാൻ വലിയ കൊതിയൊന്നും ഇല്ല. കാണാൻ കൊതിയുള്ള പൗലോസ് പറയുകയാണ്, ഇപ്പോൾ മുഖാമുഖമാണ് കാണുന്നത്, ഇപ്പോൾ മുഖാമുഖമല്ല കാണുന്നത്, ഇനി ഒരു ദിവസം വരുന്നു അന്ന് മുഖാമുഖം കാണാം. കാണാൻ ആഗ്രഹിക്കുന്നവനെ ആ ആഗ്രഹം ഉണ്ടാകൂ മുഖാമുഖം കാണുന്നത്. നമ്മളോട് ചോദിച്ചേ, അത്ര കൊതിയുണ്ടോ കർത്താവിന് മുഖാമുഖം കാണാൻ? ഉണ്ടാക്കിയൊന്നും എടുക്കണ്ട. ഈ ക്രിസ്ത്യ ജീവിതത്തിൽ ഒരു സാധനവും ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ സാവിച്ചാൻ പറഞ്ഞ പോലെ ഡിസിപ്ലിൻ ഉണ്ട്, പക്ഷെ അത് ഇറ്റ്സ് നോട്ട് റിയാലിറ്റി. ഡിസിപ്ലിൻ എന്ന് പറയുന്നത് യാഥാർത്ഥ്യത്തിലേക്കുള്ളൊരു വഴി മാത്രമാണ്. കൊടുക്കുക എന്നുള്ളത് ഉണ്ടാകണം, ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തില്ല. സ്നേഹം, ദൈവത്തെ കാണാനുള്ള ആഗ്രഹം, അതൊക്കെ കുറെ പാട്ടുപാടിയാണെന്ന് ഉണ്ടാകത്തില്ല.
കർത്താവിനെ മുഖാമുഖം കാണാനുള്ള ആഗ്രഹം. പഴയ കാലത്തെ ആലയം കണ്ടിട്ടുള്ളവർ ഇത് കണ്ടപ്പോൾ നിലവിളിച്ചു, ഇതല്ലല്ലോ ദൈവത്തിന്റെ ആലയത്തിന്റെ സ്റ്റാൻഡേർഡ്. വേദപുസ്തകത്തിൽ ഞാനതല്ലല്ലോ വായിക്കുന്നത്. എത്രയോ ദൈവം ഉയർന്നവനാണ്. അതുകൊണ്ടാണ് ഉള്ളിൽ നിലവിളി. എനിക്ക് കാണണം, എനിക്ക് അവിടെ എത്തണം, എനിക്ക് അതുപോലെ ആകണം. നമ്മുടെ പ്രാർത്ഥനയുടെ, ഞാൻ കുറെ വർഷങ്ങളായിട്ട് ആണ് പറയുന്നത്, ഈ ടെസ്റ്റ് ഒന്നും നമ്മൾ നടത്തി കാണത്തില്ല. വേറെ ആളോട് നമ്മൾ പറയാം, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ കേൾക്കാതെ ഒന്ന് റെക്കോർഡ് ചെയ്യാൻ പറയാം. ഒരു അരമണിക്കൂറുള്ള പ്രാർത്ഥന അല്ലെങ്കിൽ 1 മണിക്കൂർ പ്രാർത്ഥന, അത് കഴിഞ്ഞിട്ട് അതൊന്ന് കേട്ട് നോക്ക്. എന്താണ് പ്രാർത്ഥനയുടെ പ്രധാന വിഷയം? വാട്ട് ഈസ് ദ സെന്റർ ഓഫ് യുവർ പ്രേയർ? കർത്താവിനെ കാണാനും കർത്താവിനെ പ്രാപിക്കാനും കർത്താവിന് വേണ്ടിയുള്ളതാണോ? ഏതോ ഭക്തൻ പാടി, യു ടേക്ക് ദ ഹോൾ വേൾഡ് ബട്ട് ഗിവ് മീ ജീസസ്. ഇന്നൊരു ഹിന്ദി പാട്ട് പാടി ഒരു വരിയത്തിൽ ഞാൻ നിർത്തി. എനിക്ക് അത്രയും ധൈര്യവും പറയാനൊന്നുമില്ല. എന്താണെന്നറിയാം വരി? എന്റെ അപമാനം ദൈവമേ നിന്റെ മഹത്വമായെങ്കിലും തീരട്ടെ. അത് പറയപ്പറ്റില്ല. എനിക്ക് അത്ര ധൈര്യമില്ല പറയാം. ഞാൻ അപമാനിക്കപ്പെട്ടാലും പരിഹസിക്കപ്പെട്ടാലും സാരമില്ല, അതിലൂടെ ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നാളെ രാവിലെ അപമാനിക്കപ്പെടുമ്പോൾ അറിയാം ഇന്ന് പാടിയ പാട്ടിട്ട് അവര് നോക്കുകൊണ്ട് വരികയെന്ന് പറഞ്ഞു. ഏതായാലും പ്രഭുക്കോ മഹിമാമിലെ ചാഹേ ഓ മേര അപമാനം. എന്റെ അപമാനത്തിലൂടെയാണ് ദൈവത്തിന് മഹത്വം കിട്ടുന്നതിൽ ആയിക്കൊള്ളട്ടെ. പണ്ട് ഒരു ഭക്തൻ പാടിയ ഒരു പാട്ട് കേട്ടിട്ട് ഇന്ന് എനിക്ക് വിറയാണ്. അദ്ദേഹം പാടിയത് ഇങ്ങനെയാണ്, എൻ്റെ അന്നത്തെ ഭക്തന്മാരായതുകൊണ്ട് ഞാൻ വിശ്വസിച്ചു, എൻ്റെ കാഴ്ചയാണ് ദൈവത്തെ കാണാൻ തടസ്സമെങ്കിൽ നീ എൻ്റെ കാഴ്ച എടുത്തു കളഞ്ഞോ. എനിക്ക് കാണാനുള്ള കഴിവ് നമുക്ക് കാണാൻ പറ്റും. അതാണ് ദൈവത്തെ കാണാൻ തടസ്സമെങ്കിൽ എൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയിക്കൊള്ളട്ടെ എന്ന് പണ്ട് ഒരു ഭക്തൻ പാടിയ പാട്ടിന്റെ വരി ഞാൻ ഈ പ്രസംഗത്തിൽ കേട്ടു. അക്ഷരാർത്ഥത്തിൽ ഞാൻ ഭയപ്പെട്ടു പോയി. കുറച്ചു ദിവസം ഞാൻ പിന്നെ കേൾക്കുമായിരുന്നു. പ്രിയ ദൈവമക്കളെ, ഉത്തമഗീതത്തിൽ പറയുന്നത് പോലെ 1000ങ്ങളിൽ സുന്ദരൻ, 10,000ങ്ങളിൽ ശ്രേഷ്ഠൻ. ആ മഹത്വം നാം കാണണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ആ മഹത്വത്തിലേക്ക് നമ്മളെ വിളിക്കുക. പക്ഷെ നമ്മുടെ പ്രശ്നം പൗലോസ് പറയുന്നത് പോലെ, കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നത് പോലെ, നിങ്ങൾ വേഗത്തിൽ തൃപ്തരായി. നമ്മുടെ ജീവിതത്തെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇന്നത്തെ കാലഘട്ടം ഞാൻ ചോദിക്കുന്നു. സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. യൂട്യൂബ് ഉണ്ട്, TV ഉണ്ട്, മൊബൈൽ ഫോണുണ്ട്, സംസാരമുണ്ട്, കളിച്ചിരിയുണ്ട്, പല പരിപാടികളുണ്ട്. ഇതൊന്നും തെറ്റാണ്, നല്ല വിഷയം. പക്ഷേ ഇതാണോ ജീവിതത്തിൻ്റെ കാതലായ സന്തോഷവും കാതലായ സമാധാനവും ഉരുവാക്കുന്നത്? ഇതെല്ലാം മായയാണ്. എന്താ നമ്മുടെ ധൈര്യം? ഭൂമിയിൽ ജീവിക്കാനുള്ള ധൈര്യം എന്താണ്? ബാങ്ക് ബാലൻസ്. അതെന്താണ് ബാങ്ക് ബാലൻസ്? എന്താണ്? മായ. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ അറിഞ്ഞു, വീട്ടിലുണ്ടായിരുന്ന 2 കോടി രൂപ രാത്രി 12 മണി കഴിഞ്ഞപ്പോൾ കത്തിച്ച് കളയാൻ പോലും പറ്റത്തില്ല. കാരണം കത്തിച്ച് കളയാൻ പോലീസ് പിടിക്കും.
പ്യാരാ ദേശവാസിയോ എന്നും പറഞ്ഞു രാത്രി വിളിച്ചു പറഞ്ഞോണ്ട് രാവിലെ നമ്മുടെ മനസ്സിൽ ഇത്രയും അന്ന് രാത്രി ആ പ്രഖ്യാപനം ഉണ്ടായപ്പോൾ ഇതിൽ അടിസ്ഥാനം വെച്ചവൻ നിലവിളിക്കുമ്പോൾ ദൈവത്തിൽ അടിസ്ഥാനം വെച്ചവൻ രാവിലെ പാടുകയാണ് സന്തോഷത്തിന്റെ പാട്ടുകൾ, ആരാധന പാട്ടുകൾ. അവന്റെ ഫൗണ്ടേഷൻ അതിലല്ല. ഞാനിത് പ്രത്യേകിച്ച് ഒരു പ്രസംഗം പറയാൻ വേണ്ടി പറയല്ല. ചിന്തിക്കണം, നമ്മൾ ചിന്തിക്കണം. സമയങ്ങൾ ഒരുപാട് പോകുന്നു. ഇന്നത്തെ തലമുറയുടെ പ്രശ്നം പുതിയ ആലയത്തിന്റെ അടിസ്ഥാനം കണ്ടിട്ട് അവർ ആഘോഷിക്കുകയാണ്. നമ്മളൊക്കെ സന്തോഷിക്കുകയാണ്. നമ്മളൊക്കെ എത്ര ബെറ്ററാണ്. കള്ളു കുടിക്കുന്നില്ല, വ്യഭിചരിക്കുന്നില്ല, ആരെയും കൊല്ലാൻ പോകുന്നില്ല. എത്രയോ നല്ല ആളുകളാണ്. നമ്മളെ കുറിച്ച് നാട്ടുകാർ പറയുന്നു, വീട്ടുകാർ പറയും നല്ല മനുഷ്യരാണ്. എന്നെ കുറിച്ച് എൻ്റെ നാട്ടിൽ ഒരുവിധം മതിപ്പുള്ള പേരുണ്ട്. ഇതൊക്കെയാണ് എൻ്റെ സന്തോഷം. ഞാൻ പഴയ ആലയം കണ്ടിട്ടുള്ളവനാണെങ്കിൽ എനിക്കറിയാം അതെത്ര വലുതാണ്, എത്ര മനോഹരമാണ്. എനിക്ക് അതിലേക്ക് ചെല്ലണം. ആ നിലവിളി ഉണ്ടാകുന്നു എന്നുള്ളതാണ് ചോദ്യം. കാണാനുള്ള ആഗ്രഹം. എത്ര നാളായി ഞങ്ങൾ പാടണ്ട ആർത്തിയോടെ പ്രാർത്ഥിച്ചുണർന്നു കാത്തിരിപ്പൂ. എത്രയോ വർഷങ്ങളായി ഞങ്ങൾ കാത്തിരുന്ന് പ്രാർത്ഥിക്കുക. ഒരു കാഷ്വൽ പ്രാർത്ഥനയെ കുറിച്ചല്ല ഞാൻ ഈ പറയുന്നത്. നമുക്ക് ഇനി ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ അടുത്ത് അമേരിക്കയിൽ ഒരു ഉണർവ് തുടങ്ങിയപ്പോൾ എൻ്റെ നെഞ്ച് പടച്ചു. കർത്താവേ, അല്ലെങ്കിൽ തന്നെ എല്ലാം കൊണ്ട് കച്ചവടം ചെയ്യുകയാണ്. ഇനി ആ ഉണർവിന്റെ പേരിൽ അടുത്ത ഒരു കച്ചവടം തുടങ്ങുമെന്ന് ചിന്തിച്ചു. ഏതായാലും ദൈവം സഹായിച്ച് വലിയ ഒരു അതിന് പ്രൊപ്പഗൻഡയൊന്നും കിട്ടിയില്ല. എന്നാലും കുറെ പേരൊക്കെ പോയി അമേരിക്കയിലേക്ക് ഉണർവ് കാണി വീഡിയോ പിടിക്കാനും വല്ല ബിസിനസ്സിനുള്ള വല്ല സാധ്യത ഉണ്ടോ എന്ന് അറിയാനൊക്കെ ആയിട്ട് പോയി. അങ്ങനെയുള്ള കാഷ്വൽ പ്രയറിലെ കർത്താവ് നമുക്ക് ഒരു ഉണർവുണ്ടാക്കണം. അല്ല, ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴും ഒരു നിലവിളി. എൻ്റെ കുഞ്ഞിന് ഒരു ക്യാൻസർ ആണെന്ന് അറിയുമ്പോൾ, എൻ്റെ അടുത്ത വേണ്ടപ്പെട്ട ഒരാൾ വെന്റിലേറ്ററാണെന്ന് അറിയുമ്പോൾ, ഒരാഴ്ചയായാലും ഒരു മാസമായാലും നമ്മുടെ ഉള്ളിൽ ഒരു നിലവിളി ഉണ്ടാകും. ഭക്ഷണം കഴിക്കും, നമ്മൾ ജോലിക്ക് പോകും, നമ്മൾ യാത്ര ചെയ്യും. പക്ഷെ അതൊക്കെ സംഭവിക്കുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു നിലവിളി ഉണ്ടാകും. അതാണ് ഞാനീ പറയുന്നത്. ഒരു നിലവിളി. എന്തിനു വേണ്ടി? ആ തേജസ്സിലേക്ക് എത്താൻ, ആ ക്രിസ്തുവിന്റെ ഭാവത്തിലേക്ക് എത്താൻ. അത് അത്ര വലുതാണ്. മരുഭൂമി മലയിൽ ക്രിസ്തുവിന്റെ തേജസ് കണ്ടപ്പോൾ പത്രോസിന്റെ സ്വാർത്ഥത മാറി. നമുക്കറിയാം, സ്വാർത്ഥതയിൽ PhD എടുത്ത ആളാണ് പത്രോസ് പണ്ട്. ആ പത്രോസ് ഇപ്പൊ പറയാണ്, മരുഭൂമി മലയിൽ ക്രിസ്തുവിന്റെ തേജസ് കണ്ടപ്പോൾ പറയാണ് 3 കുടിലുകൾ കെട്ടാം. അപ്പൊ 3 കുടിൽ കെട്ടുന്നതിന്റെ കാര്യം നല്ല വെയിലായിരിക്കാം. 1 മോശയ്ക്ക്, 2 ഏലിയാവിന്, 3 നിനക്ക്. ഞങ്ങളൊക്കെ വെയിലത്ത് കിടന്നോളാം. സ്വാർത്ഥനായ പത്രോസ് തേജസ് കണ്ട പറയാണ്, തന്നെ താൻ മറന്നു. ആ തേജസ് നമ്മിലേക്ക് വരട്ടെ. അതിനുവേണ്ടിയുള്ള കൊതി നമുക്കുണ്ടാകട്ടെ. ഐ ആം നോട്ട് സാറ്റിസ്ഫൈഡ് ലോർഡ്. എനിക്കിത് പോരാ കർത്താവേ, എനിക്കിത് പോരാ. നമ്മുടെ ജോലിയുടെ വിശുദ്ധി. കഴിഞ്ഞ ദിവസം ഒരു സഹോദരനെ സ്നാനപ്പെടുത്തുന്ന മുമ്പ് ആ സഭയിലെ പാസ്റ്റർ എന്നെ വിളിച്ചു. അദ്ദേഹം എന്നുമായിട്ട് ഡിസ്കസ് ചെയ്തു. ഇത്രേ ഉള്ളൂ ബ്രദറെ, അദ്ദേഹം ചെയ്യുന്ന ജോലി ദൈവത്തിൽ നിരക്കുന്നതാണ്. എല്ലാ ജോലിയും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. എല്ലാ ജോലിയും ചെയ്യാൻ പറ്റത്തില്ല. ജോലിയിലുള്ള നമ്മുടെ പ്രവൃത്തികളെല്ലാം നമുക്ക് പറ്റുന്നതല്ല.
ഏതൊക്കെയാണ് പറ്റുന്ന ജോലി, ഏതൊക്കെയാണ് പറ്റാത്ത ജോലി എന്ന് എനിക്കറിയില്ല, നിങ്ങൾക്കറിയാം. നിങ്ങൾ ചോദിച്ച കർത്താവ് പറയും. ഞാൻ ഒരിക്കൽ ഒരു സഹോദരിക്ക് വേണ്ടി ഒരു ഫർദർ എന്ത് കോഴ്സ് പഠിക്കണമെന്ന് ഒരാളോട് അന്വേഷിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, സഹോദര, അത് ദൈവമക്കൾക്ക് പറ്റിയൊരു ജോലിയല്ല. അത് വിശദീകരിച്ചും എനിക്ക് മനസ്സിലായി. ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ ചുരുക്കുക. അന്ന് എസ്രയുടെ കാലത്ത് ദേവാലയം പണിതപ്പോൾ 2 പ്രതികരണങ്ങളാണ്. ഒന്ന് വലിയ ആഘോഷം, മറ്റൊന്ന് നിലവിളി. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇത് സംഭവിക്കുന്ന സമയത്ത് നെഹമ്യാവ് എന്ന് പറഞ്ഞൊരു ഭക്തനുണ്ടായിരുന്നു. നെഹമ്യാവ് ശൂശൻ രാജധാനിയിലെ കബ്ബറായിരുന്നു, പാനപാത്രവാഹനായിരുന്നു. ഈ നമുക്കറിയാവുന്ന പാനപാത്രവാഹൻ എന്ന് പറഞ്ഞാൽ ഹോട്ടലിലെ സപ്ലയർ. പക്ഷെ വേദപുസ്തകത്തിൽ കാണുന്ന കബ്ബേർ അതല്ല. ഏറ്റവും ഉയർന്ന ഒരു ഗൗരവമായ ഒരു പദവിയിലുള്ള ആളാണ് കബ്ബേർ. കാരണം രാജാവിന് വീഞ്ഞു കൊടുക്കുന്ന ആ പാത്രവുമായിട്ട് വരുന്ന ആൾ. എനിക്കറിയത്തില്ല അതിന് ബാക്ക്ഗ്രൗണ്ടിൽ ഈ വീഞ്ഞെല്ലാം ഉണ്ടാക്കുന്നതൊക്കെ ഇയാൾ മോണിറ്റർ ചെയ്യുമെന്ന് അറിയത്തില്ല. പക്ഷേ ഈ കൊടുക്കുന്ന വീഞ്ഞ് അതിലല്പം വിഷമുണ്ടെങ്കിൽ രാജാവ് മരിക്കും. അതായത് ഒരു ഇന്നത്തെ കോണ്ടെക്സ്റ്റിൽ പറഞ്ഞാൽ ഒരു സീരിയസ് ആയി കിടക്കുന്ന രോഗിയെ സംബന്ധിച്ച് ഒരു ന്യൂറോ സർജൻ എങ്ങനെയാണോ അതേ അവസ്ഥയിലാണ് ഇയാൾ നിൽക്കുന്നത്. കാര്യം ആ വീഞ്ഞ് കൊടുക്കുന്നത് ശരിയായ വീഞ്ഞ് അല്ലെങ്കിൽ രാജാവ് മരിക്കും. അത്ര ഉത്തരവാദിത്തമുള്ള ഗൗരവമുള്ള ജോലി ചെയ്യുന്ന മനുഷ്യനാണ് നെഹമ്യാവ്. രാജധാനിയിലാണ്, എല്ലാ സുഖങ്ങളും ഉണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പക്ഷേ ഇത്രയും സുഖങ്ങളും സൗകര്യങ്ങളും അനുഭവിക്കുമ്പോഴും ദേശത്ത് നിന്ന്, ഇസ്രായേലിൽ നിന്ന് കുറച്ച് ആളുകൾ വന്നപ്പോൾ നെഹമ്യാവ് ചോദിക്കുന്നത് എന്താണെന്നറിയാം? നമ്മുടെ ദേശത്തിന്റെ അവസ്ഥ എന്താണ്? നമ്മുടെ ദേശത്തിന്റെ അവസ്ഥ എന്താ? അപ്പോ വന്നവർ പറഞ്ഞു, അവിടെ എല്ലാം ആകെ തകർന്നു കിടക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ ഭാഷ പറഞ്ഞാൽ ആത്മീയമായിട്ട് എല്ലാം തകർന്നു കിടക്കുകയാണ്. മനുഷ്യ ദ്രവ്യാദികളും സ്വാർത്ഥരും ലൗകികരുമായിട്ട് ജീവിക്കുകയാണ്. അവിടെ എന്താ വായിക്കുന്നത്? ഇത് കേട്ടപ്പോൾ ഞാൻ പൊട്ടിക്കരഞ്ഞു. രാജകൊട്ടാരത്തിലാണ്, സുഖങ്ങളുണ്ട്, സൗകര്യങ്ങളുണ്ട്, പദവികളുണ്ട്. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള കൊതി ദൈവത്തിന് വേണ്ടിയുള്ള കൊതിയാണ്. ദൈവത്തിന്റെ ആ വിശുദ്ധിയോട് എത്താനുള്ള കൊതിയാണ്. എത്തിയൊന്നും അല്ല വിഷയം. ആ നിലവിളി ഉണ്ടോ? നിലവിളി എവിടെയോ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. മുന്നോട്ട് പോകുന്നതോടെ കൂടുതൽ നഷ്ടപ്പെടും. നമ്മളെ സന്തോഷിപ്പിക്കുന്ന, നമ്മളെ ആകർഷിക്കുന്ന ലോകത്തിന്റെ ഭംഗി കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പണ്ട് ഒരു സഹോദരന്റെ ആഗ്രഹം, മരിക്കുന്നതിന് മുൻപ് ആ ചർച്ചിന്റെ ബിൽഡിംഗ് പണി കണ്ടിട്ട് മരിച്ചാൽ മതിയെന്ന്. ചർച്ചിന്റെ ബിൽഡിംഗ് പണി നടക്കുമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ അവസാനത്തെ ആഗ്രഹം, മരിക്കുന്ന ചർച്ചിന്റെ ബിൽഡിംഗ് പണി കാണും. ബിൽഡിംഗ് ആണോ നമുക്ക് വിഷയം? ജോലിയാണോ വിഷയം? പ്രമോഷനാണോ വിഷയം? അല്ല, ആ തേജസ്. കർത്താവെ, ക്രിസ്തുവിന്റെ ഭാവമുള്ളവരായിരിക്കും കർത്താവിനെ വിളിച്ചു. കർത്താവെ, ഇടവിടാതെ പ്രാർത്ഥിക്കാൻ അങ്ങനോട് പറഞ്ഞു, ഉപവസിക്കാൻ അങ്ങനോട് പറഞ്ഞു, ഔദാര്യമായി കൊടുക്കാൻ പറഞ്ഞു, സ്നേഹിക്കാൻ പറഞ്ഞു. ഞാൻ ഒരു ബൈബിൾ സ്റ്റഡി എടുക്കുന്നുണ്ട് 1 കൊരിന്ത്യർ ഒരു സ്ഥലത്ത്. അടുത്ത
ക്ലാസ് എന്ന് പറഞ്ഞാൽ 1:13. എനിക്കത് എടുക്കാനുള്ള പ്രാഗൽഭ്യമോ മാനസിക ധൈര്യം ഇല്ലാത്തതുകൊണ്ട് ഞാനത് എല്ലാവർക്കും ആയിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം, നമുക്ക് എല്ലാവർക്കും ഡിസ്കസ് ചെയ്യാമെന്ന് പറയുകയാണ്. പക്ഷേ ഉള്ളിലൊരു നിലവിളി ഉണ്ടാകണം, കർത്താവ് ആ 1:13 പറഞ്ഞ സ്നേഹം എത്രയോ മനോഹരമാണപ്പ. പക്ഷെ എനിക്ക് എത്തപ്പെടാൻ പറ്റുന്നില്ല. എല്ലാം പൊറുക്കുന്നു, എല്ലാം ക്ഷമിക്കുന്നു, എല്ലാം സഹിക്കുന്നു. യേശുവേ, ദാവീദ് പുത്ര, എന്നോട് കരുണയുണ്ടാകും. എന്തുകൊണ്ടാണ് നിലവിളിയില്ലാത്തത്? നമ്മള് ദൈവത്തിന്റെ ഒറിജിനൽ പ്ലാനിലുള്ള ദേവാലയം കാണുന്നില്ല. ബൈബിൾ വായന ഇതിലേക്ക് നടത്തണം, ആ തേജസ്സിന്റെ കാഴ്ചയിലേക്ക് നടത്തണം. പ്രാർത്ഥന ഇതിലേക്ക് നടത്തണം, ആ തേജസ്സിന്റെ കാഴ്ചയിലേക്ക് നടത്തണം. എൻ്റെ ചോയ്സാണ് എത്ര കാണണം, എത്ര പോകണം. അധികം പോകണ്ടെങ്കിൽ പോകണ്ട, ദൈവത്തിന് നിർബന്ധമില്ല. ആഗ്രഹിക്കുന്ന ഹൃദയങ്ങളെയാണ് അവൻ തൃപ്തിപ്പെടുന്നത്. ആഗ്രഹമില്ലെങ്കിൽ ദൈവം ഇടിച്ചൊന്നും കയറി വന്ന് ദർശനം തരും. കൊടുത്തിട്ടുണ്ട്. ആർക്ക്? ഈ ന്യായവിധി കൊടുക്കാൻ വേണ്ടി പെർമിഷൻ ഒന്നും ചോദിക്കാറില്ല. ഒരിക്കൽ ബെത്സസ്ദ ദർശനം കണ്ടു. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കേണ്ട ദർശനമൊന്നുമല്ല. ഒരു പാപത്തിലൂടെ ജീവിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഒരു ദർശനം കണ്ടു. ഈ ന്യായവിധി കൊടുക്കാൻ ദൈവം ദർശനം കൊടുക്കും. പക്ഷേ വളർച്ചയുള്ള ബന്ധത്തിൽ ആഗ്രഹത്തിന് മുൻപിലെ ദൈവം തരും. ആഗ്രഹിക്കുന്ന ഹൃദയങ്ങളെ തൃപ്തിപ്പെടുത്തും. ചോദിക്കേ, ആ ആഗ്രഹമൊക്കെ മങ്ങിപ്പോയോ? ആ ആഗ്രഹമൊക്കെ നഷ്ടപ്പെട്ടു പോയോ? കാലങ്ങൾ മുന്നോട്ട് പോകും തോറും ഈ ഇപ്പം എനിക്കറിയില്ല, കുറച്ച് വർഷങ്ങൾക്ക് പലരും UK വന്നിട്ട് പറയാറുണ്ട്, UK പഠിക്കാൻ പോകുന്ന ആൾക്കാർ കുറച്ച് വർഷങ്ങൾക്ക് എൻ്റെ സ്നേഹിതർ പറയാറുണ്ട്, ഓ ബിജു, അവിടെയുള്ള സഭയിൽ കുറച്ച് പ്രായമുള്ള ആൾക്കാരുണ്ട്, പിന്നെ ഒരു പാസ്റ്ററുണ്ട്. ഒരിക്കലും എൻ്റെ ഒരു സ്നേഹിതൻ UK PhDക്ക് വേണ്ടി പോയി. അദ്ദേഹം തിയോളജി PhD എടുക്കാനാണ് പോയത്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞ കാര്യം, അവിടുത്തെ ഒരു ചർച്ചിൽ പോയി ഇതാണ് അവസ്ഥ. കുറച്ച് പ്രായമുള്ള ആൾക്കാരുണ്ട്, ഒരു പാസ്റ്ററുണ്ട്. പാസ്റ്ററിന് പ്രസംഗിക്കാൻ അറിയത്തില്ല. ഇയാൾ കിട്ടിയോട് അന്നോട്ട് പിന്നെ ഈ പുള്ളിനെ കൊണ്ട് പ്രസംഗിക്കില്ല. ഇദ്ദേഹം ഒരു മലയാളിയാണ്. പ്രസംഗിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞാൽ പ്രസംഗിക്കാൻ കഴിവിൻ്റെ വിഷയമല്ല, ബൈബിൾ അറിയത്തില്ല. ബൈബിൾ അറിയത്തില്ലായിരിക്കും, അതുകൊണ്ടായിരിക്കും പ്രസംഗിക്കാത്തത്. ഇതൊക്കെ നമ്മുടെ മുൻപിൽ കിടക്കുന്ന ദിവസങ്ങളാണ്. പക്ഷേ എന്നെ എപ്പോഴും ബലപ്പെടുന്ന ഒരു കാര്യമുണ്ട്. നമുക്കറിയാം, ലോകത്തിൽ ഏറ്റവും സൗകര്യങ്ങളും സുഖങ്ങളും ആത്മീയ പിന്മാറ്റങ്ങൾ സംഭവിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് അമേരിക്ക. വലിയ സമ്പത്താണ്. അവർ ഓരോ ദിവസം കഴിയുന്തോറും ഡോളറിൽ നിന്ന് ദൈവത്തെ മാറ്റാൻ, അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് 10 കൽപ്പന മാറ്റാനൊക്കെ ഉള്ള ശ്രമങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുക. വളരെ ധാർമ്മികമായും അധംപതിച്ചുകൊണ്ടിരിക്കുന്ന ദേശമാണ്. ഒരിക്കൽ ബില്ലി ഗ്രഹാം ഇങ്ങനെ പറഞ്ഞു, അമേരിക്കയോട് ദൈവം ന്യായവിധി നടത്തിയില്ലെങ്കിൽ സോദോമിനോട് മാപ്പ് പറയണം, ഗോമോറോട് മാപ്പ് പറയണം, അമേരിക്കയിൽ ന്യായവിധി നടത്തിയില്ല. അങ്ങനെയുള്ള ഒരു രാജ്യം. പക്ഷെ ആ രാജ്യത്തിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ അയൽ രാജ്യമായ ആൻഡമാൻസിലുള്ള ആർക്കും വേണ്ടാത്ത ആദിവാസികളോട് സുവിശേഷം പറയാൻ വന്ന് രക്തസാക്ഷിയാണ്. ഞാൻ എൻ്റെ സഭയെ പണി പാതാള ഗോപുരങ്ങളെ ജയിക്കില്ല. നമുക്ക് ആഗ്രഹം നഷ്ടപ്പെട്ടാലും ദൈവത്തിന് വേണ്ടി കൊതിക്കുന്ന കുറച്ചു പേരെ, ഒരു ശേഷിപ്പിനെ ദൈവം എല്ലാ തലമുറയിലും വെച്ചിട്ടുണ്ട്. ഒരു ചെറുപ്പക്കാരൻ, അമേരിക്കക്കാരനായ ചെറുപ്പക്കാരൻ, സുഖങ്ങളും സൗകര്യങ്ങളും ആവോളം ആസ്വദിക്കാവുന്ന ചെറുപ്പക്കാരൻ രക്തസാക്ഷിയായി. പ്രിയ ദൈവം, നമുക്ക് കണ്ണുകൾ അടച്ച് ദൈവത്തോട് പറയാം. ഞാൻ കുറ്റപ്പെടുത്താനോ ഒരു ജഡ്ജിയുടെ കസേര ഇരുന്നോട് പറയുകയല്ല. എൻ്റെ ഉള്ളിലെ നിലവിളിയ. ഞാൻ കർത്താവിന് വേണ്ടി ആഴമായി കൊതിക്കുന്നവനായിട്ടൊന്നും ഞാൻ പറയും. പക്ഷേ ദൈവം എൻ്റെ ഉള്ളിൽ ഒരു നിലവിളി തന്നിട്ടുണ്ട്. കർത്താവേ, ഞാൻ താഴേണ്ടതുപോലെ അല്ലല്ലോ താണിരിക്കുന്നു.
സഹിക്കേണ്ടതുപോലെ അല്ലല്ലോ സഹിക്കുന്നത്, കൊടുക്കേണ്ടതുപോലെ അല്ലല്ലോ കൊടുക്കേണ്ടത്, മറ്റുള്ളവരെ സേവിക്കേണ്ടതുപോലെ അല്ലല്ലോ സേവിക്കുന്നത്, പ്രാർത്ഥിക്കേണ്ടതുപോലെ അല്ലല്ലോ പ്രാർത്ഥിക്കുന്നത്. സുവിശേഷവുമായിട്ട് ഞാൻ അങ്ങനെയൊന്നും ഒരു മുന്നേറ്റം നടത്തുന്നില്ല കർത്താവേ. എന്നെ സഹായിക്കും. അങ്ങയുടെ കൃപയുടെ ചെങ്കോൽ എൻ്റെ മേൽ നീട്ടണം. എനിക്ക് അങ്ങയെ കാണണം കർത്താവേ. അങ്ങയെ കണ്ടാൽ എന്തെല്ലാം പ്രശ്നങ്ങളും തടസ്സങ്ങളും എൻ്റെ ജീവിതത്തിലുണ്ടോ അതൊക്കെ മാറും കർത്താവേ. ഒരു സൂര്യൻ ഉദിക്കുമ്പോൾ ആ സൂര്യപ്രകാശത്തിൽ ഒരു ഇലയിലിരിക്കുന്ന മഞ്ഞ് ഉരുകിപ്പോകുന്നത് പോലെ കർത്താവിനെ കണ്ടു കഴിയുമ്പോൾ എൻ്റെ ജഡമോഹങ്ങൾ, എൻ്റെ സ്വാർത്ഥത, എൻ്റെ ദ്രവ്യാഗ്രഹം, എൻ്റെ കാപട്യമെല്ലാം മാറിപ്പോകും കർത്താവ്. അതുകൊണ്ട് എനിക്ക് അങ്ങയെ കൂടുതൽ കൂടുതൽ കാണണം. ഞാൻ അങ്ങയെ ചോദിക്കുന്നു കർത്താവ്. I need you, Lord. ആ ശൂലേക്കാരി തന്റെ പ്രാണപ്രിയനെ തേടുന്നത് പോലെ, പ്രാണപ്രിയനെ അന്വേഷിക്കുന്നത് പോലെ ഒരന്വേഷണ ത്വര എന്നിലുണ്ടാകട്ടെ. എത്ര നാളായി ഞങ്ങൾ ആർത്തിയോടെ പ്രാർത്ഥിച്ചുണർന്നു കാത്തിരിപ്പൂ. എത്ര നാളായി ഞങ്ങൾ ആശയോടെ പ്രാർത്ഥിച്ചുണർന്നു കാത്തിരിപ്പൂ. ഇത്ര നാളായും ഈ ലോകം കാണാത്താൽമ ശക്തി അയക്കണമേ. ഇത്ര നാളായും ഈ ലോകം കാണാത്താത്മ ശക്തി അയക്കണമേ. മനസ്സലിവിൻ മഹാദൈവമേ, കനിയണമേ കരുണാനിധേ. മനസ്സലിവിൻ മഹാദൈവമേ, എണമേ കരുണാനിധേ. കരുണയുള്ള കർത്താവേ, സഭയായി ഞങ്ങൾ അങ്ങയുടെ അടുക്കിലേക്ക് വരുന്നു. ഞങ്ങൾ കർത്താവേ എവിടെയോ ദൈവത്തോടുള്ള കൊതി, ദൈവത്തോടുള്ള ആഗ്രഹം പേരിനൊക്കെ ഉണ്ടെങ്കിൽ കർത്താവേ അത് ഞങ്ങളെ പിടിക്കുന്നില്ല കർത്താവ്. പൗലോസ് പറയുന്ന പോലെ ക്രിസ്തുവിനെ നേടേണ്ടതിന് ഞാൻ സകല ചപ്പും ചവറായിട്ടൊന്നും എണ്ണുന്നില്ല കർത്താവ്. വളരെ നിസ്സാരമായി ഞങ്ങൾക്ക് ദൈവിക കാര്യങ്ങളെ മാറ്റിവെക്കാൻ കർത്താവ്. ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു ചോയ്സ് വരുമ്പോൾ ആദ്യം ഞങ്ങൾ മാറ്റിവെക്കുന്നത് കർത്താവിനെയാണ്. വലിയ അപകടത്തിലേക്കാണ് ഞങ്ങൾ പോകുന്നത് കർത്താവ്. ഞങ്ങളുടെ ചുറ്റും ലൗകികത ശക്തിയോടെ കയറി വരും. ഞങ്ങളുടെ തലമുറയുടെ വീരപുരുഷന്മാർ സെലിബ്രിറ്റികളാണ് കർത്താവെ. കർത്താവോ വേദപുസ്തകത്തിലെ ഭക്തന്മാരോ അല്ല കർത്താവ്. ആണ്ടുകൾ കഴിയും മുൻപ് ഞങ്ങളുടെ പ്രവൃത്തിയെ ജീവിപ്പിക്കണം. യഹോവയെ ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് നിങ്ങളിലേക്ക് ഞങ്ങളെ മടക്കി വരുത്തും. ഈ തലമുറയിൽ കർത്താവെ അങ്ങയുടെ സാക്ഷികളായിട്ട് ഞങ്ങൾ നിൽക്കട്ടെ. കർത്താവെ, ഞങ്ങളിത് കേട്ടതുപോലെ ദൈവത്തിൻ്റെ ആലയത്തിന് അടിസ്ഥാനമിട്ടപ്പോൾ അതിന് മുൻപുണ്ടായിരുന്ന മഹത്തായ ആലയം കണ്ടവർ നിലവിളിച്ചു. എന്നാൽ അത് കണ്ടിട്ടില്ലാത്തവർ സന്തോഷിച്ചു. ദൈവത്തിന്റെ തേജസ് എന്താണെന്ന് മനസ്സിലാക്കാത്തതുകൊണ്ട് പലപ്പോഴും ഞങ്ങൾ സംതൃപ്തരാണ് കർത്താവ്. ഞങ്ങളുടെ കൊടുക്കലിൽ സംതൃപ്തരാണ്, ഞങ്ങളുടെ സ്നേഹത്തിൽ സംതൃപ്തരാണ്, ക്ഷമയിൽ സംതൃപ്തരാണ്, സാമൂഹിക പ്രവർത്തനത്തിൽ സംതൃപ്തരാണ് കർത്താവ്. എന്നാൽ ദൈവം ഞങ്ങളെ വിളിക്കുന്നത്
ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കാനാണല്ലോ കർത്താവ് ഞങ്ങളെ സമർപ്പിക്കുന്ന കർത്താവ്. യേശുവേ, ദാവീദ് പുത്ര, ഞങ്ങളോട് കരുണയുണ്ടാകും കർത്താവേ. ഇതൊക്കെ സംഭവിക്കുമ്പോൾ ഞങ്ങളുടെ ധൈര്യം അന്ന് പറഞ്ഞ വാക്കാണ്, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. അങ്ങയുടെ സഭയെ പണിതുകൊണ്ടിരിക്കുകയാൽ സ്തോത്രം. ഇതിനിടയിൽ കർത്താവേ, അങ്ങയ്ക്ക് വേണ്ടി നിൽക്കുന്ന അനേക ചെറുപ്പക്കാരികളെ എഴുന്നേൽപ്പിക്കുന്നതിനായി സ്തോത്രം. അവരുടെ ഉള്ളിൽ ദൈവം കൊടുക്കുന്ന ദൈവത്തോടുള്ള സ്നേഹത്തിനും സമർപ്പണത്തിനുമായി സ്തോത്രം. അത് ഞങ്ങളിലേക്ക് എല്ലാവരിലേക്കും പകരണമേ എന്ന് പ്രാർത്ഥിക്കും. അങ്ങയുടെ പാദം ഞങ്ങൾ ചുംബിക്കുന്നത്. ഞങ്ങൾ കുറച്ചു കാലം ഈ ലോകത്തിൽ ഓടുന്നവരാണ്, എന്നാൽ പിന്നെ ഞങ്ങളുടെ നിത്യത അങ്ങയോടുകൂടെയാണ് കർത്താവ്. അങ്ങാണ് ഞങ്ങളുടെ ബലം, അങ്ങാണ് ഞങ്ങളുടെ സ്വത്ത്, അങ്ങാണ് ഞങ്ങളുടെ ആഗ്രഹം, അങ്ങാണ് ഞങ്ങളുടെ സമാധാനം, അങ്ങാണ് ഞങ്ങളുടെ രക്ഷ, അങ്ങാണ് ഞങ്ങളുടെ സകലത് കർത്താവ്. അങ്ങയുടെ നാമം മഹത്വപ്പെടട്ടെ. അങ്ങയുടെ പാദം ഞങ്ങൾ ചുംബിക്കുന്ന കർത്താവ്. നിങ്ങളെ മുന്നോട്ട് നടത്തണമേ, തേജസ് ഞങ്ങൾ കാണട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു നാമത്തിൽ ആശീർവാദം പറയാം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശുവിന്റെ കൂട്ടായ്മ പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മുടെ എല്ലാവരോടും കൂടെ കർത്താവിന്റെ രണ്ടാമത്തെ വരവരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ദൈവം നമ്മെ എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കരങ്ങളെ സ്തോത്രം. ഹല്ലേലൂയ.